എല്ലാവർക്കും ആകൃതി ബൈധമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വിഷുക്കണി ഒരുക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുളമായിപ്പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരുക്കിയതെന്നുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു പീഠം വെച്ചു, അതിലൊരു മഞ്ഞ പട്ട് വെച്ചു. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. പ്രതിമ ഇല്ല ഫോട്ടോ നമുക്ക് വെക്കാം. അതിൽ പൂമാലയും പിന്നെ അളരിയും തുളസി അതൊക്കെ വെച്ചിട്ടുള്ളൊരു പൂമാലയും മുല്ലപ്പൂവും ജമന്തി പിന്നെ അതവിടെ കൊന്നപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മുത്തശ്ശി ഓട്ടുരുളിയാണ് കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചു തരാം. തേങ്ങ ഗണപതിക്കും, പിന്നെ കദളിപ്പഴം, പിന്നെ വെള്ളിരിക്ക കൃഷ്ണന് വേണ്ടിയിട്ടും. ഇതവിടെ ഒരു മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങ മുരുകന് വേണ്ടിയിട്ടുമാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതില്ലച്ച നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതവിടെ സൈഡിൽ ഏതെങ്കിലും രാമായണോ മഹാഭാരതമോ അങ്ങനെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വയ്ക്കുക. പിന്നെ ഇവിടെ ഒരു തട്ടിൽ ഞാനൊരു ലക്ഷ്മി വിളക്കും നവധാന്യങ്ങൾ, അതായത് കടല, ചെറുപയർ, മുതിര, ഗോതമ്പ്, നെല്ല്, അങ്ങനെ വേണ്ട പുളിയവരക്ക, ഇതൊക്കെയാണ് നവധാന്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് ഒരു കുട്ടിപ്പറയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുങ്കുമം, കൺമഷി, കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള അവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു കുട്ടി ഉരുളിയിൽ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്ക, ഇത് നമ്മുടെ പ്ലാവിലുണ്ടായ ചക്കയാണ്. ചക്ക ഗണപതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു തളികയിൽ ഒരു കോട്ടൺ ഒരു കസവുള്ളൊരു മുണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് നാണയങ്ങളും പിന്നെ ഒരു മാലയും, അതിലും കൊന്നപ്പൂ വെച്ചിട്ടുണ്ട്. വെറ്റില, കളിയടയ്ക്ക. പിന്നെ ഇവിടെ ഒരു കിണ്ടിയിൽ ഒരു ചെറിയ കിണ്ടിയിൽ കുറച്ച് വെള്ളവും, പിന്നെ ഇത് നമ്മുടെ കർപ്പൂരം കത്തിക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു മുത്തശ്ശി വിളക്കാണ് കേട്ടോ. ഇത് നാളെ രാവിലെ കത്തിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് എന്നുള്ളത്. അതായത് കെടാ വിളക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ വിളക്ക് ഞാൻ ഇത്തിരി അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ കെടാ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു തിരിയിട്ടിട്ടാണ് ഞാൻ കടാവിളക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വിളക്ക്, കൊന്നപ്പൂവ്, ജമന്തി, മുല്ലപ്പൂവ്, അതൊക്കെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. കണ്ട വാൽക്കണ്ണാടി, പഴങ്ങൾ, മാങ്ങ, അങ്ങനെ എല്ലാ സിമ്പിളായിട്ടുള്ളൊരു കണിയാണ്. ഒരു തട്ടിൽ ഞാനൊരു ലക്ഷ്മി വിളക്കും നവധാന്യങ്ങൾ, അതായത് കടല, ചെറുപയർ, മുതിര, ഗോതമ്പ്, നെല്ല്, അങ്ങനെ വേണ്ട പുളിയവരക്ക, ഇതൊക്കെയാണ് നവധാന്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് ഒരു കുട്ടിപ്പറയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുങ്കുമം, കൺമഷി, കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള അവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു കുട്ടി ഉരുളിയിൽ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്ക, ഇത് നമ്മുടെ പ്ലാവിലുണ്ടായ ചക്കയാണ്. ചക്ക ഗണപതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു തളികയിൽ ഒരു കോട്ടൺ ഒരു കസവുള്ളൊരു മുണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് നാണയങ്ങളും പിന്നെ ഒരു മാലയും, അതിലും കൊന്നപ്പൂ വെച്ചിട്ടുണ്ട്. വെറ്റില, കളിയടയ്ക്ക.
പിന്നെ ഇതാ ഇവിടെ ഒരു കിണ്ടിയിൽ ഒരു ചെറിയ കിണ്ടിയിൽ കുറച്ച് വെള്ളവും, പിന്നെ ഇത് നമ്മുടെ ഇത് കർപ്പൂരം കത്തിക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു മുത്തശ്ശി വിളക്കാണ് കേട്ടോ. ഇത് നാളെ രാവിലെ കത്തിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് എന്നുള്ളത്. അതായത് കെടാ വിളക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ കണി കാണാൻ ഫസ്റ്റ് വന്നിട്ട് വിളക്ക് കൊളുത്തുന്ന ആൾ പോയി കുളിക്കണം. അപ്പോൾ ബാത്റൂമൊക്കെ അല്ലേ ഫസ്റ്റ് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വിളക്കിൽ തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട്, ഇതിലിപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കെടാ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കണി ഒരുക്കം. അപ്പോൾ ഇത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊളായിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത വിഷുവിന് അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2025 എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു.